അന്ന് ഞാനൊരു ദിവസം വിളിച്ചിരുന്നല്ലേ, ഓർമ്മയുണ്ടാ? അത് എന്തോന്ന് അടിമത്താത്താന്നും പറഞ്ഞിട്ട് പേരിട്ട് അടിമത്താത്ത. നിങ്ങളെന്താ മറ്റേ ആയിഷയുടെ കല്യാണത്തിന് വല്ല ന്യായീകരിക്കുമല്ലോ ചെയ്തോ? അത് തന്നെ അത് തന്നെ. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ണ്ടത്തിനൊന്നും അല്ല, പരിപാടിയെ കുറിച്ച് ഒരു അഭിപ്രായം. നിങ്ങൾ ധൈര്യമായിട്ട് പറയൂ. അപ്പൊ അത് പിന്നെ ഞാനതിലെ കമന്റ് വായിച്ചപ്പോഴേ, കമന്റുകൾ വായിച്ചപ്പം അതില് രോമാഞ്ചം വന്നോ? നിങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു അഭിമാനമൊക്കെ തോന്നുന്നില്ലേ? സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി അങ്ങനെയല്ല, ഇത്രയും മോശമായിട്ടേ കമന്റ്. അപ്പൊ ഞാനതില് പറയുമ്പോ ആലോചിക്കണ്ടേ? നിങ്ങൾ പറയണതിന്റെ പ്രതിഫലനാണ് ആ കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ നിങ്ങൾ പറയണത് ശരിയായിരുന്നു? അത് തന്നെ. അത് കമന്റ് വായിച്ച് ഞാൻ ശരിക്കും അത് ഞാൻ ഭയങ്കരമായിട്ട് ഇത്രയും ഞാനങ്ങ് ഉദ്ദേശിച്ചിട്ടില്ലേ. നിങ്ങൾ ഉദ്ദേശിച്ചാലില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ഇതല്ലേ, നിങ്ങൾ അവിടെ കേട്ടതല്ലേ. വളച്ചൊടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ പറയണത് അവിടെ ഇല്ലേ, ഞാൻ പറയണത് അവിടെ ഇല്ലേ. നിങ്ങൾക്ക് കേട്ടപ്പോ എന്താ തോന്നിയത്? നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ കുറച്ച് തെറ്റായി കുറച്ച് ഓവറായെന്ന് തോന്നുന്നു. അത്രയൊന്നും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിനെ വെളുപ്പിക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്കുള്ളത്? ഒരു മുഹമ്മദ് നബി ഒരു തെണ്ടിത്തരം കാണിച്ചു, അത് തെണ്ടിത്തരാന്ന് പറയൂ. നിങ്ങൾ എന്തിനാണ് അതിന് വെറുതെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് അത് ഇതേപോലെ ഈ ബാലവിവാഹമൊക്കെ ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കണത്? എന്താവശ്യമുള്ള? ഒന്നല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീയുമല്ലേ. എന്നിട്ട് ഒരു സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം ലജ്ജാകരമാണ്. അത് ശരിയാണ്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അങ്ങനെ നമ്മള് വിളിച്ച അഭിപ്രായം പറയണത് ശരിയാണോ എന്ന്. എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് വിളിച്ചു, അത്ര തന്നെ. പിടിച്ചു തിന്നൊന്നുമില്ല. ഞാൻ പിണറായി വിജയനൊന്നും അല്ലല്ലോ പിടിച്ചു തിന്നെ. ചിൽ സാറാ ചിൽ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അപ്പോഴ് മുഹമ്മദ് നബിയും അല്ല, പിന്നെന്താ നിങ്ങൾക്ക് വിളിച്ചാല്? അസുഖമൊക്കെ കുറഞ്ഞ, ജലദോഷമായിരുന്നു. അതൊക്കെ കുറഞ്ഞല്ലേ? അസുഖം കുറഞ്ഞു. എന്റെ അസുഖം അത് ഇന്ന് ഞാൻ ഇന്നിപ്പൊ ആരടുത്ത് വെളുപ്പിക്കാൻ നിക്കൂല. ഇന്ന് ഇതോടെ ഈ പരിപാടി ഞാൻ വെച്ച് മതിയാക്കി, വെളുപ്പിക്കൽ പരിപാടി. വളരെ നല്ല കാര്യം. അങ്ങനെ പറയണ ആളല്ലല്ലോ കുമാരേട്ടൻ. ഞാനിപ്പോ പഴയ പോലെ അല്ല, വഴക്കും വക്കാണൊക്കെ മടുത്ത്. ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ. ഗുണമുണ്ടായി. ഇച്ചിരി ബോധമൊക്കെ വെച്ചോ അപ്പൊ അല്ലെ? കുറച്ചൊക്കെ. എന്ത് തോന്നുന്നു, ഈ ആയിഷയുടെ പ്രായം 6 വയസ്സാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ? അല്ല, അത് നമ്മളെ പണ്ടത്തെ കാലല്ലേ, കറക്റ്റ് ആളായിരിക്കൂല. അത് വീണ്ടും വെളുപ്പിക്കാണോ ഇപ്പൊ? ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പൊ കാര്യം? നിങ്ങൾക്കിപ്പം ഇപ്പോഴും മനസ്സിലായിട്ടില്ല? ഒരു കുട്ടിയുടെ 6 വയസ്സ് വരെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ് എന്റെ പൊന്നു താത്ത. നിങ്ങൾ എന്ത് ഈ പറയുന്നത്? എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ ഞാന് വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത്. അതില് പിന്നെ ഒരു കമന്റില് ഒരാൾ എഴുതിയിരുന്നെന്ന് വെച്ചാ, അതെനിക്കൊരു ഭയങ്കര അങ്ങ് വിഷമായിപ്പോയെന്ന്. എന്താ നിന്റെ ഉദ്ദേശം? വെച്ചാലേ ഈ കിളവികളെയൊക്കെ ഫോൺ വിളിച്ച് എന്തെന്നാ ഒരു മോശപ്പെട്ടൊരു എന്തോ ഞാൻ മറന്നുപോയി. കിളവികളെയൊക്കെ ഇങ്ങനെ ഫോൺ വിളിച്ച് ഇങ്ങനെ ആ അർത്ഥം വരുന്ന ഒരു വാക്കാണ്, എന്തോരാണെന്ന് എനിക്ക് മറന്നു. ഞാൻ അത്ര കിളവിയൊന്നും അല്ല കേട്ടാ. അപ്പൊ എന്റെ സൗണ്ട് കേട്ട ഞാൻ അത്ര കിളവിയൊന്നും അല്ല. അപ്പൊ തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശം പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. അപ്പോഴ് എനിക്കൊരു കേട്ട് കഴിഞ്ഞാ ഈ ഒരുമാതിരി ബൂമർ അമ്മൂമ്മമാര് സംസാരിക്കണ മാതിരിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് തന്നെ. ഇത്രയ്ക്ക് വിവരക്കേടൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വയസ്സായി? എന്നാല്
ഞാന് നമ്മളെ ഈ മഞ്ജു വാര്യറും ഞാനും ഒക്കെ ഒരേ ഏജാണ്. അപ്പൊ അത് കിളവിയാണ്. എന്നിട്ടാണ് ഇതേപോലെ ഈ വിട്ടിത്തരൊക്കെ വിളമ്പണത്. അത് തന്നെ. അപ്പൊ കിളവിയാണ്. മഞ്ജു വാര്യറൊക്കെ കിളവിയാണ്. കിളവിയൊന്നുമല്ല. ആ അപ്പൊ അവരും ഞാനും ഒക്കെ ഏകദേശം ഒരേ ഇതാണ്. അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ അതുകൊണ്ട് വഴക്കിടാൻ ഭയങ്കര നാണക്കട. എന്നിട്ടാണോ ഇതേപോലെയുള്ള മണ്ടത്തരൊക്കെ പറയണത്? അതാ നമ്മൾ ചോദിക്കണേ. ഒരാളുടെ പ്രായം നിശ്ചയിക്കുന്നത് അവരുടെ ഈ ബയോളജിക്കൽ ഏജ് വെച്ച് മാത്രമല്ല, നിങ്ങളുടെ മെച്ചൂരിറ്റി നമുക്ക് നിങ്ങളുടെ സംസാരത്തിൽ നിന്നും കൂടി നമുക്ക് തോന്നണ്ടേ ആളുകൾക്ക്? അത് ശരിയാ, അത് ശരിയാ. നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് അത് തോന്നണ്ടേ? ശരിയാണ്. അല്ലേ? ഇപ്പോ നിങ്ങൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇന്നത്തെ കാലത്ത് ഈ ഇതുപോലുള്ള ഇപ്പൊ ഒരു 6 വയസ്സുകാരിയുടെ പ്രായം കണ്ടുപിടിക്കാൻ എന്തെല്ലാം വഴികളുണ്ട് എന്ന് ഇരിക്കുക, അതിനെ കുറിച്ചൊന്നും പറയാതെ മനസ്സിലാക്കാതെ ഇതേപോലെയൊക്കെ നിന്ന് പറയുമ്പോ എന്ത് മോശമാണത്? അലമ്പല്ലേ ഇത്? ഇനി എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, എന്തിനും ഞാൻ കൂടി ഉണ്ടാവും. എന്താ പറയണ? അപ്പൊ പിന്നെ നിങ്ങൾ ചിലപ്പോ കിളവിയാണെന്നൊക്കെ ധരിച്ചു പോകും ആളുകൾ. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കിപ്പോ മനസ്സിലായല്ലോ നിങ്ങളെ കുഴപ്പം എന്താന്നുള്ളത്. ഇപ്പൊ സപ്പോസ് ഇത് നമ്മൾ പബ്ലിഷ് ചെയ്തില്ലായിരുന്നു വിചാരിക്കാം, വെറുതെ നിങ്ങൾ വേറെ ആരോടോ സംസാരിച്ച പോലെ എന്നോട് സംസാരിച്ചെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടെ മനസ്സിലാവാൻ പോകുന്നില്ല. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ഇതില് സംസാരം വന്നു, ഇതില് നാട്ടുകാരുടെ അഭിപ്രായം വന്നു, അപ്പോഴല്ലേ നിങ്ങൾക്ക് നിങ്ങളെ കുഴപ്പം പിടികിട്ടിയത്. ഇത് ഒരാൾ പറയുമ്പോ ഒരാള് എന്തോ നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചത് കൊണ്ടോ പറയണമെന്ന് വിചാരിക്കാം. പക്ഷെ ഒരു വലിയൊരു സമൂഹം ആളുകൾ നിങ്ങള് പറയുന്നതിനോട് എതിര് പറയുമ്പോ അത് തെറ്റിദ്ധാരണയല്ല. മനസ്സിലായി? അവിടെ നിങ്ങൾക്കാണ് തെറ്റിദ്ധാരണ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കണത് നിങ്ങളെ ഒരു നല്ല കാര്യമാക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഈ ഇസ്ലാമിലെ ഒരു നിയമം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ അങ്ങനെ ജോലിക്ക് പോയി കുടുംബം നോക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അധ്വാനിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ വളർത്തുക എന്ന് പറയുന്ന ഒരു രീതി, അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇസ്ലാമിലെ ആ നിയമത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? അതെനിക്ക് യോജിപ്പില്ല കേട്ടോ. ജോലിക്ക് പോണതാണ് നല്ലത്. സ്ത്രീകള് ജോലിക്ക് പോകുന്നതാണ് നല്ലത്. 100% ഞാൻ യോജിക്കുന്നു. അവിടെ മുഹമ്മദ് നബീനെ അവിടെ കുന്നിഞ്ചേരിയിൽ ഒറ്റപ്പനാന്നാ വിളിച്ചിരുന്നത്, തന്തയാരാന്ന് അറിയാത്തോണ്ട്. തന്തയില്ലാത്തവനാണെന്നാണ് അത് 4 വർഷം. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. അന്നത്തെ സമയത്ത് ദയവായിട്ട് മണ്ടത്തരം പറയരുത്. ഇല്ല അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കും. ഞങ്ങളുടെ വകയിലൊരു ജ്യേഷ്ഠനായിട്ട് അങ്ങനെ 4 വർഷം എങ്ങനെ വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് അവിഹിത ഗർഭമായതുകൊണ്ട്. അയ്യോ അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് നാട്ടുകാരെ അന്ന് കുന്നിഞ്ചെരിയിൽ ഒറ്റപ്പനാന്ന് മുഹമ്മദ് നബീനെ പേരിട്ട് അപ്പൊ തന്തയില്ലാത്തവനെന്ന് വിളിച്ചു. മുഹമ്മദ് മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. അതൊക്കെ ഇപ്പൊ നാട്ടുകാർക്ക് ഒരു വലിയ മെനക്കെടായി മാറിയില്ലേ ഈ തീവ്രവാദവും ഈ പ്രശ്നവും. ഈ 6-ാം വയസ്സിലുള്ള കുട്ടീനെ പോയി കെട്ടലും ഇതൊക്കെ ഇപ്പൊ ഒന്ന് വലിയ പ്രശ്നമായില്ലേ? അല്ല അന്നൊക്കെ ഈ വയസ്സ് അതെ, വീണ്ടും നിങ്ങൾ അത് പറയരുത്. വീണ്ടും അത് പറയരുത്. ഞാനൊന്ന് പറയണ മേഖല, ഞാൻ വേറൊരു ഇതില് വായിച്ചതാണ്. നിങ്ങൾ കൂടുതൽ ഇനി ഇങ്ങനത്തെ മണ്ടത്തരങ്ങളും വായിക്കാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ തനിക്ക് ബ്രെയിനേ ഇല്ല. ഒന്നും വായിച്ചതാണ്. അപ്പോഴേ ഈ പണ്ടത്തെ കാലത്ത് സ്ത്രീകളെ വയസ്സ് ഞാൻ വീണ്ടും പറയാണ്, 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രായം കണക്കാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ശേഷം പിന്നെ ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറയൂ, 6-ാം വയസ്സ് ഉള്ള ഒരു കുട്ടിയുടെ പ്രായം കണക്കാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ? വീണ്ടും മണ്ടത്തരം പറയരുത്. 6 വയസ്സുള്ള പ്രായം കണക്കാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ? ബുദ്ധിമുട്ടില്ല. അപ്പൊ താത്ത ചെല്ലു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.